ഹലോ മക്കളെ, നമുക്ക് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ കാൽക്കുലേറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 ആൻഡ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ നമുക്ക് അവിടെ ഡാറ്റ തന്നിട്ടുണ്ട് അല്ലേ. N2O5 ഗീവ്സ് N2O4 പ്ലസ് ഹാഫ് O2, ടൈമും കോൺസെൻട്രേഷൻ ഓഫ് N2O5 തന്നിട്ടുണ്ട്. നോക്കൂ, റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 നമുക്കറിയാം. N2O5ൻ്റെ ഡീകമ്പോസിഷൻ അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? N2O4 പ്ലസ് ഹാഫ് O2 ഇവിടെ തന്നിട്ടുണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം. അപ്പം ഇക്വേഷൻ തന്നെ. അപ്പോൾ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O5 എന്ന് നമ്മൾ എങ്ങനെ റേറ്റ് എഴുതുക? മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇത് വരും N2O5. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ്, അപ്പം d/dt നമുക്ക് ആവറേജ് റേറ്റ് നമ്മൾ സാധാരണ ഡെൽറ്റയിലാണ് പറയുക, കുഴപ്പമില്ല. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. d/dt നമുക്ക് എന്താ, നമ്മൾ കുറച്ചൊരു കഴിഞ്ഞിട്ട് ഞാൻ സെക്ഷനിൽ ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ നമുക്ക് d/dt മറ്റേത് എഴുതാണെങ്കിലോ പ്ലസ് d/dt ഡെൽറ്റ d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇസ് ഈക്വൽ ടു ഇത് വരും പ്ലസ് 1 എന്താ ഇവിടെ വന്നത്? ഹാഫ് O2 ആണ്. ഹാഫ് O2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതും? അതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അതിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ റേറ്റ് എഴുതുമ്പം എഴുതുന്നത്. ഞാൻ നിങ്ങൾക്ക് റേറ്റ് ലോയുടെ എക്സ്പ്രഷനും കൂടി എടുത്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി മനസ്സിലാകും. ഇപ്പോൾ ജനറലായിട്ട് നമ്മളിപ്പം A പ്ലസ് B ഗീവ് C നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ റേറ്റ് എഴുതുമ്പോൾ മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A ഇസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് B ഇസ് ഈക്വൽ പ്ലസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് C എന്നാണ് നമ്മൾ പറയാം. ഇനി ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇക്വേഷൻ ഇങ്ങനെ വിചാരിക്കുക, A ഗീവ്സ് 2B ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിൻ്റെ റേറ്റ് എഴുതുക? d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A ഇസ് ഈക്വൽ ടു പ്ലസ് 1/2 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് B എന്നാണ് നമ്മൾ എഴുതുക. നിങ്ങൾക്കറിയാം, ഇത് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മൾ 2 വന്നപ്പം ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ? 1/2 എന്ന് നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ 1/2 എന്ന് ആക്കും. ഇവിടെ 2 ആകുമ്പം ഇത് 1/2 ആകും. ഓക്കെ, അപ്പം ഇത് പ്രകാരം നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ റേറ്റ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? അത് d/dt മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഇസ് ഈക്വൽ ടു പ്ലസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O4 ഇസ് ഈക്വൽ ടു 1/2ൻ്റെ 1/1/2 ദാറ്റ് ഈസ് 2 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്ലസ് 2 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2. ഓക്കെ, ഇങ്ങനെ വരും. അതിനകത്ത് നമ്മൾ ഡീകമ്പോസിഷൻ റേറ്റ് ഓഫ് N2O5 എന്ന് പറഞ്ഞാൽ എന്തുമാത്രമേ ഉള്ളൂ? ഇവിടെ ഡീകമ്പോസിഷൻ റേറ്റ് ഓഫ് N2O5 എന്ന് പറഞ്ഞാൽ d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5. നമുക്കറിയാലോ, N2O5ൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈം ഇൻ്റർവെല്ലുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി വയ്ക്കുകയും ഇവിടെ ഫസ്റ്റത്തെ കോൺസെൻട്രേഷൻ 1.5 ഇൻറ്റു 10⁻³ മോളാറും അടുത്ത കോൺസെൻട്രേഷൻ വരുന്നത് 1.1 ഇൻറ്റു 10⁻³ മോളാറും അണ്ടർ ടൈം 500 to 800. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? d/dt ഓഫ് അല്ലെങ്കിൽ ഡെൽറ്റ/dt എന്ന് പറഞ്ഞാൽ 800 മൈനസ് 500. അപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ 1.1 ഇൻറ്റു 10⁻³ മൈനസ് 1.5 ഇൻറ്റു 10⁻³. സോ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? മൈനസ് 1.1 ഇൻറ്റു 10⁻³ മൈനസ് 1.5 ഇൻറ്റു 10⁻³ ഓൾ ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതിയാൽ മതി? 800 മൈനസ് 500 ദാറ്റ് ഈസ് 300 സെക്കൻഡ്. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. നമുക്ക് ഇനി ആവറേജ് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ അതും ചോദിച്ചിട്ടുണ്ട് അല്ലേ. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യം, ഇനി കോൺസെൻട്രേഷൻ മൈനസ് d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് N2O5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2 എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു, എന്താ വന്നത്? 1.33 ഇൻറ്റു 10⁻⁻6 എന്ന് കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു
2 ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, 2 ഇൻറ്റു ഡി ബൈ ഡി ടി എന്ന് വരും. സോ കറക്റ്റ് ആൻസർ ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് O2 ഈക്വൽ ടു 1.33 ഡിവൈഡഡ് ഇൻറ്റു 10⁻�6 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്താൽ പോരെ? യെസ്, ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസറുകൾ കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു അസൈൻമെൻറ്റാണ്, എല്ലാവരും എന്ത് ചെയ്യാം, ഈ രണ്ട് പ്രോബ്ലംസ്, പ്രോബ്ലം നമ്പർ 2ഉം പ്രോബ്ലം നമ്പർ 3യും, പേജ് നമ്പർ 11 ആൻഡ് 12ലുള്ള പ്രോബ്ലം നമ്പർ 3യും 2ഉം 3യും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അയച്ചു തരണം. ഓക്കെ, അത് ഹോം അസൈൻമെൻ്റ് ആണേ. ബാക്കിയുള്ള അസൈൻമെൻറ്റായിട്ട് കൂട്ടുന്നത് അത് ഹോം അസൈൻമെൻ്റാണ്. ഓക്കെ, അപ്പം അതെല്ലാവരും ചെയ്യുക. മക്കളെ, നമ്മൾ പറഞ്ഞത് യൂണിറ്റ്സ് ഓഫ് റേറ്റ്, ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കണ്ടു എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ്സ് നമ്മൾ കണ്ടു. എന്താണ് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ്സ് വരിക? നമുക്ക് കണ്ടു മോൾസ് പെർ ലിറ്റർ അല്ലേ? മോൾസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും അതിനെ? മോൾസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ടൈം ഏത് യൂണിറ്റ്സിൽ വേണമെങ്കിലും ആവാം. മനസ്സിലായോ പറഞ്ഞത്? അപ്പം മോൾസ് പെർ ലിറ്റർ പെർ ടൈം. ഇപ്പം ജനറലായിട്ട് ഇപ്പം ഒരുപാട് ഓർഡറുകളുണ്ട്, നമ്മൾ ഒത്തും ജനറലായിട്ട് നമ്മൾ പഠിക്കുമ്പം റേറ്റിൻ്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണത്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് ജനറലായിട്ടുള്ള റേറ്റിൻ്റെ യൂണിറ്റ്. ഇതാണ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് സാധാരണ എന്താണ് വരിക? അത് സെക്കൻഡാണ് വരിക അല്ലേ? ടൈമിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് സെക്കൻഡിലാണ് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുക, ഇവിടെ കോൺസെൻട്രേഷൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോൾസ് പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ. മോൾസ് പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ, അതായത് മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റേറ്റ് ലോയെ പറ്റിയിട്ടാണ്. നോക്കൂ മോനെ, ദ റേറ്റ് ലോ ഓർ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് എക്സ്പ്രഷൻ ഇസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ വേരിയേഷൻസ് ഓഫ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ് അറ്റ് എ ഫംഗ്ഷൻ ഓഫ് ടൈം അല്ലേ? കെമിക്കൽ റിയാക്ഷൻസിനെ ടൈമിൻ്റെ ഫംഗ്ഷനിൽ എഴുതുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ലോ. സിംപ്ലി നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. The reaction rate is depend on concentration of the reactant at a fixed temperature. നോക്കൂ, the reaction rate is depend on, എന്താണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിനാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് മോളിക്യൂൾ, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. റിയാക്റ്റൻ്റ് മറന്നു വരുന്നത്, പ്രൊഡക്റ്റിൻ്റെ അല്ല നമ്മളിവിടെ റേറ്റ് കാണുന്നത്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാക്ക്വേർഡ് റിയാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കും അതിൻ്റെ പിന്നെന്ത് വരിക? എന്തായിട്ട് വരിക? റിയാക്റ്റൻ്റായിട്ട് വരിക. ആ കേസിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെയും കൂടി കാണും. അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കാണാം ഐദർ ദ റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ്, ഏതെങ്കിലും രണ്ട്. അതിനാണ് നമ്മൾ -1 സൈനും പ്ലസ് സൈനും ഒക്കെ എഴുതി നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം. ഫിക്സഡ് ടെമ്പറേച്ചർ അറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് is directly proportional to reactant concentration, each concentration being raised to some powers അല്ലേ? നമ്മൾ കണ്ടു, നമുക്കറിയാം. അപ്പോൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് raised to some powers. Okay, raised to some powers. So we have to nullify this proportionality sign by using equal, that is multiplied by a constant k into concentration of A raised to m, where k is called the concentration, the constant rate, the proportionality constant k is called what? Rate constant. Is known as what? Rate constant of a reaction, and it is independent of the concentration and the time. Here the rate constant, it is independent of concentration and time. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആട്ടോ പറയുന്നത്. റേറ്റ് കോൺസ്റ്റൻറ്റ്, and this rate constant is, this Fermat rate constant is independent of concentration and time. Okay, this Fermat rate constant is independent of what? Concentration and time, and independent of concentration and time, has a specific value at a given temperature. Okay, specific values at a given ടെമ്പറേച്ചർ. സോ ഇതാണ് നമുക്ക് ജനറലായിട്ട് നമുക്ക് പറയാനുള്ള നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസസ് വിത്ത് ടൈം.
എന്താ സംഭവിക്കുക? ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷനകത്ത് എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ? ദ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. നമുക്ക് നോക്കാം. ഇനീഷ്യൽ കേസിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കും. ഇത് റിയാക്റ്റൻറ്റിൻ്റെ ഗ്രാഫാണ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. ആസ് ടൈം ഓൺ ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓൺ ഡിക്രീസ്. ഇനി വാട്ട് അബൌട്ട് ദ പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം, ആസ് ഇനീഷ്യൽ ടൈം ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വാസ് സീറോ, അല്ലേ? ഇനീഷ്യൽ ടൈം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് വാസ് സീറോ, ബട്ട് ആസ് ടൈം ഇൻക്രീസസ് വാട്ട് വിൽ ഹാപ്പൻ? ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗോസ് ഓൺ ഇൻക്രീസസ്. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ ഓർഡർ ഓഫ് എ റിയാക്ഷൻ. വാട്ട് ഈസ് ദ ഓർഡർ? നമ്മൾ കണ്ടു കോൺസെൻട്രേഷൻ ടേമിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഇപ്പം എ പ്ലസ് ബി ഗീവ്സ് സം പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസെൻട്രേഷൻ കെ ഇൻറ്റു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു സം പവർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു സം പവർ എന്നാണ് വിചാരിക്കുക. അപ്പം ഇങ്ങനെ എഴുതുമ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും, എം എ റേസ് ടു എം ഇങ്ങനെ എഴുതും. ഓക്കെ, സോ സം പവേഴ്സ് ആക്കി എഴുതും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പവറുകളുടെ സമ്മിനെയാണ് പവറുകളുടെ സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? called what? M plus n. The sum of these powers m and n is called what? Order. This is called what? Order. So order എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പവേഴ്സാണ്. പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ നൽകുന്നത്. ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ആൻഡ് ഫ്രാക്ഷണൽ, ഇതെല്ലാം പറ്റും. പവേഴ്സ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, H2 + I2 gives 2HI. എങ്ങനെയാണ് നമ്മൾ എഴുതുക? H2 അതിൻ്റെ റേറ്റ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 1. ഇവിടെ എന്താ ഉള്ളത്? 1 ആണുള്ളത്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2, അല്ലേ? റേസ് ടു 1. ഇത് 1 ആണ് വന്നത്. സോ ഇതിൻ്റെ സം ഓഫ് പവേഴ്സ് 1 + 1 = 2. സോ ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് അങ്ങനെ പറയാതിന് സെക്കൻഡ് ഓർഡർ എന്ന് പറയാം. അടുത്ത് നോക്കൂ, റേറ്റ് കെ എച്ച് കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 NO എന്നാണെങ്കിൽ നമ്മൾ അതിനെ NO പവറാക്കി എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ഓർഡർ എന്ന് പറയാം. ഇതാണെങ്കിലോ, മൂന്നാമത്തെ കേസിലാണെങ്കിലോ 1 + 1/2, ദാറ്റ് ഈസ് 3/2 ഓർഡർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്, സീറോ ഓർഡർ എത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാണ്ട്, അതും കൂടി പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മോളിക്കുലാരിറ്റി എന്താണെന്ന് പഠിക്കാണ്ട്, അതൊന്നും നമ്മളിതിൽ പറഞ്ഞില്ലല്ലോ, മോളിക്കുലാരിറ്റി പഠിക്കാണ്ട്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.